നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയുടെ വടക്കൻ മേഖലകളിൽ പലയിടങ്ങളിലും മഴ തുടരുകയാണ്. റാസൽ ഖൈമ, ഫുജൈറ മലയോര മേഖലകളിൽ ഇന്നലെയും മഴ പെയ്തു. ആകാശം മേഘാവൃതമാണ്. ഞായറാഴ്ചയിലെ മഴയോടെ രാജ്യത്താകെ താപനില താഴ്ന്നിരിക്കുകയാണ്. റാസൽ ഖൈമ, ജബൽ ജൈസ് മലനിരകളിൽ താപനില 9.5 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു. പലയിടങ്ങളിലും വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തണുപ്പ് കാലത്തിന് മുന്നോടിയായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ട്രാഫിക് വിഭാഗവും സിവിൽ ഡിഫൻസും യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതലാണ് മഴ ആരംഭിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കും. ആലിപ്പഴ വർഷത്തിനും തണുത്ത കാറ്റിനൊപ്പവുമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയെത്തുന്നത്. 45 കിലോമീറ്റർ വേഗത്തിൽ പല ഭാഗങ്ങളിലും കാറ്റ് വീശുന്നുണ്ട്. ഹായിൽ, താബുക്, മക്ക, മദീന എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഏറിയും കുറഞ്ഞും മഴ എത്തിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. തലസ്ഥാനമായ റിയാദ്, കിഴക്കൻ പ്രവിശ്യ ജിസാൻ, അസീർ, മക്ക, മദീന എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ മഴ കനക്കും. താഴ്വരകളിലും വെള്ളപ്പാച്ചിലിനിടെയുള്ള സ്ഥലങ്ങളിലും തമ്പടിക്കരുതെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റിയാദിൽ സീസൺ ഫെസ്റ്റിവൽ നടക്കുന്ന മനസ്സിലെ പരിപാടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. മഴയ്ക്ക് മുന്നോടിയായി കനത്ത പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഡ്രൈവർമാരോട് ജാഗ്രത പുലർത്താനും നിർദ്ദേശമുണ്ട്. കടൽ പ്രക്ഷുബ്ധമായി തുടരുകയാണ്. അതേസമയം ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് നീക്കം ചെയ്യാനും മറ്റുമായി യുഎഇയിൽ തീവ്ര ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. മഴ മാറി നിന്നത് ശുചീകരണത്തിന് സൗകര്യമൊരുക്കുകയുണ്ടായി. ഷാർജ, കൽബ, ദിബ്ബ, ഫുജൈറ, ഖോർഫക്കാൻ എന്നിവിടങ്ങളിൽ പല മേഖലകളും വെള്ളത്തിലാണ്. യുഎഇയിൽ പ്രധാന റോഡുകളിലടക്കം ചെളിയും മണലും നിറഞ്ഞു. കടപുഴകിയ മരങ്ങൾ വെട്ടിനീക്കുന്ന ജോലി രാത്രി വൈകിയും തുടർന്നു. മരങ്ങൾ വീണ് പല കെട്ടിടങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. നിർമ്മാണ മേഖലകളിൽ നിന്ന് ലോഹഷീറ്റുകളും മറ്റും പറന്നു പോവുകയും ചെയ്തു. വിവിധ എമിറേറ്റുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ്. വെള്ളം കയറിയ ദുബായ് മാളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഷാർജയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നവരെ രക്ഷാസംഘം സുരക്ഷിതമായി പുറത്തെത്തിച്ചു. റോഡുകളിൽ മണലും ചെളിയും കയറി ഡിവൈഡറുകൾ മൂടി. ചെറുവാഹനങ്ങൾ ഡിവൈഡറുകളിൽ ഇടിച്ചു കയറി. ലൈനുകൾ കാണാനാവാത്തത് വാഹനം ഓടിക്കുന്നവരെ ധാരാളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വടക്കൻ മേഖലകളിൽ തുറസായ പാർക്കിങ്ങുകളിലെ പല വാഹനങ്ങളും ചെളിക്കുണ്ടിലാണ്. വാഹനം ഓടിക്കുന്നവർ പോലീസ് നിർദ്ദേശങ്ങളും ഇലക്ട്രോണിക് ബോർഡുകളിലെ മുന്നറിയിപ്പുകളും ശ്രദ്ധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഒമാനിൽ വാദികൾ കരകവിയുകയും മലനിരകളിൽ നിന്നുള്ള നീരൊഴുക്ക് ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ജലാശയങ്ങൾ, മലയോരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് അധികൃതർ അറിയിച്ചു. യുഎഇയിൽ കൂടുതൽ മഴ ലഭിക്കാൻ ക്ലൗഡ് സീഡിംഗ് തുടരും. ക്ലൗഡ് സീഡിംഗിന്റെ കൂടി ഫലമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ചത്. 48 മണിക്കൂറിനിടെ 5 തവണയാണ് ഇത് നടത്തിയത്. വരും ദിവസങ്ങളിലും ഇത് തുടരുന്നതോടെ കൂടുതൽ മഴയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്ത് 10 വർഷമായി ക്ലൗഡ് സീഡിംഗ് വിജയകരമായി നടത്തിവരുന്നതായി ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ ക്ലൗഡ് സീഡിംഗ് വിഭാഗം മേധാവി ഖാലിദ് അൽ ബൈദി പറഞ്ഞു. വിമാനത്താവളങ്ങളുടെ രാസമിശ്രിതം മേഘപാളികളിൽ വിതറി മഴ പെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഇത്. സിൽവർ അയോസൈഡ്, പൊട്ടാസ്യം അയോസൈഡ്, ഖര, കാർബൺ ഡയോക്സൈഡ്, ദ്രവീകൃത പ്രൊപ്പൈൻ തുടങ്ങിയവയാണ് ഇതിന് പൊതുവെ ഉപയോഗിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അണക്കെട്ടുകളിലും മറ്റ് ജലസംഭരണികളിലും കൃത്രിമ മഴയിലൂടെ കൂടുതൽ വെള്ളം എത്തിക്കുകയെന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. അതേസമയം ഒമാനിൽ ഞായറാഴ്ച വൈകുന്നേരം പെയ്ത കനത്ത മഴയിൽ കോൺക്രീറ്റ് പൈപ്പിൽ വെള്ളം കയറി 6 വിദേശ തൊഴിലാളികൾ മരിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലാണ് സംഭവം. ഏഷ്യൻ വംശജരാണ് മരണപ്പെട്ടതെന്ന് സിവിൽ ഡിഫൻസ് അതോറിറ്റി അറിയിച്ചു. ഏത് രാജ്യക്കാരാണ് മരണപ്പെട്ടതെന്ന വിവരം ലഭ്യമായിട്ടില്ല. എയർപോർട്ട് ഹൈറ്റ്സ് ഭാഗത്ത് ജലവിതരണ പദ്ധതിയുടെ വിപുലീകരണ ജോലികൾ നടക്കുന്ന സ്ഥലത്താണ് അപകടം നടന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.